ആരോട്ടം കോളേജിലാണ്. അവിടെയും ഈ പറയുന്ന അവർ ഈ ഫോണിൽ അത് ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ പക്ഷേ മറ്റേതിനേക്കാൾ കൂടുതൽ ക്രൂരമായ ദൃശ്യങ്ങൾ ഒന്നുകൂടി കേരളത്തിൽ കാണേണ്ട ഗതികേടുണ്ടായേനെ. തുടർച്ചയായ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്കും കോട്ടയത്തെ റാങ്കിനും പിന്നാലെ നഴ്സിംഗ് കൗൺസിൽ വീഴ്ച തുറന്ന് സമ്മതിക്കുകയാണ് കൗൺസിൽ അംഗം ബീന ബി. കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷം നഴ്സിംഗ് കോളേജുകളിലും സ്കൂളുകളിലും കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ല. 3 മാസത്തിനിടെ 4 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കേസിൽ മാത്രമേ കൗൺസിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്നും ബീന 24-നോട് പറയുകയാണ്. 24 എക്സ്ക്ലൂസീവ്. 2024-25 ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഏകദേശം 46 കോളേജുകളുടെ എങ്ങാണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളുമുണ്ട്, എൻഹാൻസ്മെൻ്റ് ഉള്ള കോളേജുകളുമുണ്ട്. ബോർഡ് മെമ്പർ ഇല്ലാതെ 2 ടീച്ചേഴ്സായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം രജിസ്ട്രാറോട് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഈ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണനുമായി ചേർന്നു. ഉമേഷ്, നേരത്തെ കൗൺസിലിലെ പരിശോധനയിൽ കുട്ടികൾക്ക് നേരിട്ട് കൗൺസിൽ അംഗങ്ങളുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അവർക്ക് അവരോട് പേടിയില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ പരിശോധന, പ്രത്യേകിച്ച് ഈ പരിശോധന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഘട്ടത്തിൽ മുടങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് എന്നതാണ് ആ കൗൺസിൽ അംഗം പറയുന്നത്. ഉമേഷ്, ലക്ഷ്മി, നമ്മൾ ഈ സാഹചര്യത്തെ വിലയിരുത്തേണ്ടത് ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ഡിസംബറിന് ശേഷം 3 ആത്മഹത്യകളാണ് നഴ്സിംഗ് കോളേജുകളിൽ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ ജൂലൈക്ക് ശേഷം കാര്യമായ പരിശോധനകളോ ഇൻസ്പെക്ഷനുകളോ നഴ്സിംഗ് കോളേജുകളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നഴ്സിംഗ് കൗൺസിൽ അംഗം തന്നെ സമ്മതിക്കുന്നത്. 270-ലധികം നഴ്സിംഗ് കോളേജുകളും സ്കൂളുകളുമായി സംസ്ഥാനത്തുണ്ട്. അതിലാകെ നടന്നത് 54ഓളം സ്കൂളുകളിലും കോളേജുകളിലും മാത്രമാണ്. അതിൽ തന്നെ പകുതിയോളം പുതുതായി അപേക്ഷ നൽകിയ, അതായത് പുതുതായി നഴ്സിംഗ് കോളേജിന് വേണ്ടി അപേക്ഷ നൽകിയ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒപ്പം സീറ്റുകൾ കൂട്ടാൻ വേണ്ടി അപേക്ഷ നൽകിയ കോളേജുകളിലേക്കും മാത്രമാണ്. കൂടുതലും ഇത്തരത്തിൽ പരിശോധനകൾ ഈ രീതിയിൽ, അതായത് സീറ്റുകൾ ഉയർത്തി നൽകുക, കൂടുതൽ പുതിയ കോളേജുകൾ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിമർശനം. അതേസമയം നേരത്തെയുള്ള സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ 2024 ജൂലൈക്ക് മുൻപാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കൗൺസിൽ അംഗങ്ങളോട് പരാതി പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കൃത്യമായി വിദ്യാർത്ഥികളുടെ സാഹചര്യങ്ങൾ ഓരോ കോളേജിലും നഴ്സിംഗ് സ്കൂളുകളിലും എത്തി നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും അധ്യാപകരും അടക്കുന്ന സംഘം പരിശോധിക്കുമായിരുന്നു. വിദ്യാർത്ഥികളുടെ പരാതികൾ, വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ എന്നിവയെല്ലാം രേഖപ്പെടുത്താൻ ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ തന്നെ ഒരു പേജും ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈക്ക് ശേഷം ആ പേജ്, ഇൻസ്പെക്ഷന് ഏകദേശം 50ഓളം സ്കൂളുകളിലും കോളേജുകളിലും മാത്രമാണ് പരിശോധന നടത്തിയത്. അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്ക് പറയേണ്ടത് രേഖപ്പെടുത്താനുണ്ടായിരുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. ആ കോളം പൂർണ്ണമായി ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു. ഇതിനുശേഷമാണ് സംസ്ഥാനത്ത് 3 ആത്മഹത്യകൾ നടന്നത്, ഒരു ആത്മഹത്യാ ശ്രമം നടന്നത്, ഈ ഒരു കോട്ടയത്ത് വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ പീഡനം നടന്നത്. അപ്പോഴും ഈ കാര്യങ്ങൾ തിരുത്താൻ, അതായത് കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമോ തീരുമാനമോ നഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടില്ല. നഴ്സിംഗ് കോളേജുകളുടെയും സ്കൂളുകളുടെയും അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് നഴ്സിംഗ് കൗൺസിലാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു പരാതി കേൾക്കാനും അതിൽ പരിഹാരം ഉണ്ടാക്കാനുമുള്ള ചുമതല നഴ്സിംഗ് കൗൺസിലിലേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നഴ്സിംഗ് കൗൺസിലിൽ അധികാര തർക്കം സംബന്ധിച്ചുള്ള ഒരു രജിസ്ട്രാർ, പ്രസിഡന്റ്, DHS തമ്മിലെല്ലാം ഒരു തർക്കവും പരസ്പരം ഒരു പോരും നിലനിന്നിരുന്നു. അതിന്റെ എല്ലാം പരിണിത ഫലമാണ് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് നേരിട്ട് പോയി ഈ പരിശോധന നടത്താനുള്ള അവകാശം എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായതും. അശ്മി, ഉമേഷ് ബാലകൃഷ്ണനാണ്. ഓർത്തു നോക്കണം, അവിടെ പെട്ടെന്നൊരു നാൾ ഉണ്ടായതല്ല. കഴിഞ്ഞ ഒരു 3 മാസമായി പീഡനങ്ങൾ തുടരുകയായിരുന്നു കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. അവിടുത്തെ വാർഡനോ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ഹോസ്റ്റലിന് ചുമതല ഉണ്ടായിരുന്ന ആളോ ആരും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ പരിശോധന ഇത്തരത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുടെ പേരിൽ, അധികാര തർക്കത്തിൻ്റെയോ രജിസ്ട്രാർ വരവിൻ്റെയോ പേരിലൊക്കെ അത് മുടങ്ങിപ്പോകുന്നതെന്ന് കുറച്ചുകൂടി വിഷയത്തിൻ്റെ ഗൗരവം കൂട്ടുന്നുണ്ട്.